അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ DJI Osmo മൊബൈലിലെ SEയുടെ ഗിംബലാണ്. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. വലിയൊരു ബോക്സാണ്, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തു. എൻ്റെ അടുത്ത് ഒരു ക്യാരിങ് ബാഗുണ്ട്. എൻ്റെ ഫസ്റ്റ് ടൈം ഗിംബലാണ്. ഞാൻ ഇതുവരെ ഗിംബൽ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അതിലൊരു മാഗ്നറ്റ് ഉണ്ട്. പിന്നെ അതിനോട് തന്നെ ഗ്രിപ്പ് ട്രൈപോഡും ഉണ്ട്. നമുക്ക് സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു ഗ്രിപ്പായിരിക്കും അത്. നമുക്ക് വീഡിയോ എടുക്കാൻ നേരത്തും അത് വളരെ യൂസ്ഫുള്ളാവും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും അതിൻ്റെ യൂസ് എങ്ങനെ ആയിരിക്കുമെന്നും. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് ജസ്റ്റ് ഒന്ന് താഴെ വെച്ച് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ഗിംബലാണ്, അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനങ്ങനെ ഗിംബൽ യൂസ് ചെയ്തിട്ടില്ല. ഇതാണ് എൻ്റെ ആദ്യത്തെ പ്രൊഡക്റ്റും. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗിംബൽ യൂസ് ചെയ്യുന്നതും. പിന്നെ നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ QR കോഡ് ഉണ്ട്. ഇതിൽ നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നും ആൻഡ്രോയിഡിൽ നിന്നും എല്ലാം ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഇതിൽ ഒരു ക്വിക്ക് എയ്ഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഒരു ക്വിക്ക് എയ്ഡ് വളരെ യൂസ്ഫുള്ളാണ്. പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മാഗ്നറ്റാണ്. നമ്മുടെ മാഗ്നറ്റ് കറക്റ്റ് നമ്മുടെ ഗിംബലിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിൽ കറക്റ്റായിട്ട് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. കറക്റ്റായിട്ട് ആ പോയിൻ്റായിട്ട് വെക്കാൻ ശ്രമിക്കുക. ഇതിൽ ഈ റെഡ് സ്വിച്ചാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു ഒബ്ജക്റ്റ് ട്രാക്ക് ചെയ്യാനാണെങ്കിലും അത് വളരെ യൂസ്ഫുള്ളാണ്. ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും. പിന്നെ സ്റ്റെബിലൈസേഷൻ ഒരു രക്ഷയില്ല. അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് മേടിക്കണമെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം, വീഡിയോയുടെ താഴെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.